ഒരുപാട് നാളായി സ്വപ്നം കണ്ടിരുന്നൊരു യാത്ര നമ്മളിന്ന് ആരംഭിക്കുകയാണ്. അപകടം പതിയിരിക്കുന്ന സോജില പാസിലൂടെ 0 പോയിൻറ്റും ഡ്രാസ് വാലിയും കടന്ന് ബൈക്കേഴ്സിൻ്റെ ഇഷ്ട റൂട്ടായ ലേ റൂട്ടിലൂടെ മനോഹരമായ ഹിമാലയൻ മലനിരകൾ ആസ്വദിച്ചുകൊണ്ട് ചരിത്രമുറങ്ങുന്ന കാർഗിലിലേക്കൊരു യാത്ര. ഈ ഒരു യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ കൂടെ ക്ഷണിക്കുകയാണ്. വരൂ, നമുക്ക് ഒന്നിച്ച് ആരംഭിക്കാം. വെൽക്കം ടു ട്രാവൽ സ്റ്റോറീസ് ബൈ നന്ദു. രാവിലെ 6:30 ദാൽ ലേക്കിൽ നിന്ന് യാത്ര ആരംഭിച്ച നമ്മൾ ഹിമാലയൻ താഴ്വരകളിലെ മനോഹരമായ സൂര്യോദയം കണ്ടുകൊണ്ട് 2 മണിക്കൂർ സമയം കൊണ്ട് സോനാമാർഗിൽ എത്തിച്ചേർന്നു. അല്പസമയം സോനാമാർഗിൻ്റെ ഭംഗി ആസ്വദിച്ച ശേഷം കേട്ടുകേൾവി മാത്രമുള്ള സോജില പാസിലേക്ക് നമ്മുടെ യാത്ര തുടർന്നു. സോജില പാസിലെ ദുർഘടം പിടിച്ച റോഡിലൂടെ 1 മണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മൾ 0 പോയിന്റിലെത്തി. മഞ്ഞിലൂടെ നടക്കുകയെന്ന, മഞ്ഞ് തൊട്ടറിയുകയെന്ന ആ ഒരു ആഗ്രഹം 0 പോയിന്റിൽ വെച്ച് സാധിച്ചു. ഒരുപാട് സമയം 0 പോയിന്റിൽ ചിലവഴിച്ച നമ്മൾ ഇനി നേരെ കാർഗിലിലേക്കാണ് പോകുന്നത്. വരൂ, നമുക്ക് തുടരാം. വീണ്ടും നമ്മൾ സോജില പാസിലേക്ക് കയറിയിരിക്കുകയാണ്. മഞ്ഞുവീഴ്ച ആരംഭിച്ചു കഴിഞ്ഞാൽ സോജില പാസിലൂടെയുള്ള യാത്ര തികച്ചും അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നവംബർ മാസം മുതൽ ഏപ്രിൽ വരെ സോജില പാസ് അടച്ചിടുകയും തുടർന്ന് ഏപ്രിലോടുകൂടി തുറന്നു കൊടുക്കുകയുമാണ് പതിവ്. നമ്മളിപ്പോൾ 0 പോയിൻറ്റിൻ്റെ ഏറ്റവും ടോപ്പിലും എൻഡിലും എത്തിയിരിക്കുകയാണ്. 11,649 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോജില പാസ് അവസാനിക്കുന്നിടത്ത് നിന്ന് നമ്മൾ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ലഡാക്കിലെ കാർഗിൽ ജില്ലയിലെ ദ്രാസ് എന്ന പ്രവിശ്യയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലഡാക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ദ്രാസ് വാലി എല്ലാ കാലത്തും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാണ്. കാർഗിൽ യുദ്ധകാലത്ത് പ്രധാന പങ്കുവഹിച്ച ഈ സ്ഥലത്തെ സഞ്ചാരികൾ പക്ഷേ ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു പേരിലാണ്. ജനവാസമുള്ള ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ 2ാമത്തെ ഇടമാണ് ദ്രാസ് വാലി. 1999 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിച്ച ഒരു സ്ഥലമാണ് ദ്രാസ്. ആ യുദ്ധം ആരംഭിക്കുന്നത് തന്നെ ദ്രാസ് വാലിയിലുണ്ടായ ചില സംഭവവികാസങ്ങളെ തുടർന്നായിരുന്നു. പാക് സൈന്യം ദ്രാസിലും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും ഷെല്ലുകൾ വിതറുവാൻ തുടങ്ങിയതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആരംഭിച്ചത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ റോഡ് പണി നടക്കുന്നുണ്ട്. മൈനസ് ടെമ്പറേച്ചറിൽ ഇങ്ങനെ ജോലി ചെയ്യുക എന്നത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ഇവരെ സമ്മതിച്ചേ മതിയാവും. 2 വർഷം കൊണ്ട് വളരെ മികച്ചൊരു മാറ്റം ഈ റൂട്ടിൽ ഉണ്ടാവുമെന്നത് ഉറപ്പാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2026 നിലവിൽ വരാൻ പോകുന്ന സോജില ടണൽ. 13 കിലോമീറ്റർ നീളമുള്ള ടണൽ നിലവിൽ വരുന്നതോടെ വർഷം മുഴുവൻ ലഡാക്കിലേക്കുള്ള യാത്ര സാധ്യമാവും. അപകടം നിറഞ്ഞതും ദുർഘടവുമായ സോജില പാസ് കടക്കാതെ തന്നെ നമുക്ക് കാർഗിലിലേക്ക് പോകാൻ സാധിക്കും. അതുമാത്രമല്ല, 10,000 അടിക്ക് മുകളിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ റോഡ് ടണൽ എന്ന റെക്കോർഡും സോജില ടണൽ സ്വന്തമാക്കും. നിലവിൽ അടൽ ടണൽ ആണ് ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. കാർഗിലിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്ന കാർഗിൽ ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു കവാടം നമുക്ക് കാണാം. നമ്മുടെ പേരുവിവരങ്ങൾ ഇവിടെ നൽകിയ ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്രകൾ തുടരാനാവുകയുള്ളൂ. നമ്മുടെ സംരക്ഷകരായ ആർമിക്കാരുടെ ഇടയിലൂടെ ചരിത്രമുറങ്ങുന്ന ഈ ഒരു മണ്ണിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടേക്ക് വരണം. 10,000 അടി ഉയരത്തിൽ ഹിമാലയൻ മലനിരകൾ കണ്ടുകൊണ്ടുള്ള ഈ യാത്ര അത്രയ്ക്ക് മനോഹരമാണ്. ദ്രാസ് വാലിയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായ ദ്രാസ് പട്ടണത്തിനടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
1999 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വളരെ പ്രധാന പങ്കുവഹിച്ച ഒരു സ്ഥലമാണ് ഡ്രാസ്. ആ യുദ്ധം ആരംഭിക്കുന്നത് തന്നെ ഡ്രാസ് താഴ്വരയിലുണ്ടായ ചില സംഭവ വികാസങ്ങളെ തുടർന്നായിരുന്നു. പാക് സൈന്യം ഡ്രാസിലും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും ഷെല്ലുകൾ വിതറുവാൻ തുടങ്ങിയതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആരംഭിച്ചത്. യുദ്ധത്തിൻ്റെ അവസാനത്തോടെ ഡ്രാസും മറ്റു ഭാഗങ്ങളും ഇന്ത്യ തിരികെ പിടിച്ചു. ശേഷം കാർഗിൽ യുദ്ധത്തിൻ്റെ സ്മാരകമായാണ് ഡ്രാസിനെ ഉയർത്തി കാണിക്കുന്നത്. ഡ്രാസ് പട്ടണം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കാർഗിൽ എത്തുന്നതിന് മുമ്പായിട്ടാണ് കാർഗിൽ വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച ഈ സ്മാരകം 1999 ഓപ്പറേഷൻ വിജയുടെ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ്. ഉള്ളിലേക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നതല്ല, എങ്കിലും ഉള്ളിൽ കയറി കണ്ടതിൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ്, ഓരോ ഇന്ത്യക്കാരനും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച എല്ലാ സൈനികരുടെയും ഉദ്യോഗസ്ഥരുടെയും പേരുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അന്ന് യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും ആയുധങ്ങളും അതുപോലെ പ്രയോഗിച്ച ഷെല്ലുകളുടെയും ബോംബുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങളും എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. യുദ്ധം ആരംഭിച്ചത് മുതലുള്ള നാൾ വഴികൾ എല്ലാം ഇവിടെ വ്യക്തമായി കുറിച്ചു വച്ചിട്ടുണ്ട്. എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ് കാർഗിൽ വാർ മെമ്മോറിയൽ. വാർ മെമ്മോറിയലിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഈ ഒരു യാത്ര അവസാനിപ്പിക്കാനേ തോന്നുന്നില്ല. കണ്ടതിനേക്കാൾ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മുടെ മുന്നിൽ ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. വാർ മെമ്മോറിയൽ കഴിഞ്ഞ് വീണ്ടും 20 കിലോമീറ്ററോളം നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറാവുകയും ആ ഒരു സമയമാവുമ്പോഴേക്കും ഈ ഒരു പ്രദേശങ്ങളിൽ കഠിനമായ തണുപ്പ് വരികയും ചെയ്യും. കൊടും തണുപ്പിൽ വണ്ടി ഓടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ തന്നെ കൈകളിൽ നല്ല രീതിയിൽ തണുപ്പ് കയറുന്നുണ്ട്. അതുമാത്രമല്ല, സോജില പാസിലൂടെയുള്ള രാത്രി യാത്ര വളരെ വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ കാർഗിൽ ടൗണിന് തൊട്ടടുത്ത് വെച്ച് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു തവണ ഈ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് ലേ എന്ന മനോഹരമായ ആ ഒരു പട്ടണത്തിലേക്കായിരിക്കും. ബൈക്ക് യാത്രികരുടെ പറുദീസയായ ആ ഒരു റൂട്ടിലൂടെ അധികം വൈകാതെ തന്നെ നമ്മൾ പോകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. കശ്മീർ സ്റ്റോറീസിൻ്റെ അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബായ്.